എനിക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നുന്നു. ഓട്ടോക്കെ 4-5 പ്രാവശ്യം കണ്ടു. എത്ര പ്രാവശ്യം കണ്ടെന്ന് അറിയില്ല. അന്ന് ക്യൂ നിന്നാണ് എല്ലാം എടുക്കുന്നത്. അന്ന് ഇഷ്ടംപോലെ ഇടിയും ചവിട്ടും എല്ലാം കൊണ്ട് ഈ ഷർട്ടൊക്കെ കീറി നനഞ്ഞ് കുളിച്ച് ഇറങ്ങുന്നത്. മോഹൻലാൽ എന്ന് പറയുമ്പോൾ മോഹൻലാൽ തുടരെയല്ലേ, കാരണം ഒരു മാറ്റവും ഇല്ലാതെ ഭയങ്കര കളക്ഷനോടുകൂടി ഈ സിനിമ നന്നായിട്ട് പോകുന്നുണ്ട്. പുള്ളി ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നു. പുള്ളി കരയുമ്പോൾ നമ്മൾ കരയുന്നു, പുള്ളി ചിരിക്കുമ്പോൾ നമ്മൾ ചിരിക്കുന്നു. എന്തോ ഒരു പേഴ്സണലുള്ള ഒരു ഇമോഷണൽ ലവ്. സ്കൂൾ കട്ട് ചെയ്ത് ലാലേട്ടനെ പടം കാണാൻ വേണ്ടി ഫസ്റ്റ് ഷോ പോകും. കണ്ടിട്ട് ഇറങ്ങി 2 ജെയ്യൊക്കെ വിളിച്ച് ഇതിലേ കൂടെ പോകും. ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ അന്നും ഇന്നും ലാലേട്ടൻ തന്നെയാണ്. നരസിംഹം, 6-ാം തമ്പുരാൻ, അതുപോലത്തെ ലാലേട്ടനെ മിസ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷൻ ഫ്രം ആൻ ആക്ടർ ടു ദ ക്യാരക്ടർ. കലാമണ്ഡലത്തിൽ ഈ അടുത്ത കാലത്താണ് ഒരു മെയിൽ ടീച്ചർ വന്നത്. പക്ഷേ ഈവൻ 25 years ബിഫോർ ആ ഒരു ക്യാരക്ടർ പോർട്രേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വെല്ലുവിളിയിലിടുന്ന ഒരു ക്യാരക്ടർ എടുക്കുന്നു. സോ എപ്പോഴും ആ ഒരു സ്വതസിദ്ധമായ ശൈലി മെയിൻറ്റെയിൻ ചെയ്യാനും ട്രാൻസ്ഫോർമേഷൻ ആൻഡ് മിംഗ്ലിംഗ് ടു ദ ക്യാരക്ടർ, അതാണ് ഓർമ്മ വരുന്നത്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം കളറാക്കിയതിൽ ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഭയങ്കര ഒരു പങ്കുണ്ട്. കാര്യം ഒരു നല്ലൊരു പടം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. പുള്ളിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഹേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ. കാര്യം എമ്പുരാൻ്റെ ഇത് പൊട്ടിച്ചുകൊണ്ടാണ് അടുത്തത് പുള്ളി വരുന്നത്. ആ ഒരു പഴയ കാലത്തിലോട്ട് പോയി. ലാലേട്ടൻ അന്നും ഇന്നും നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് തുടരും കണ്ടു. ഏത് കഥാപാത്രമാണ് ലാലേട്ടൻ്റെതായിട്ട് ഇഷ്ടം? മുള്ളംകൊല്ലി വേലായുധൻ. പുതിയ ലാലേട്ടൻ പണ്ടത്തെ ലാലേട്ടനെ കണ്ട, ലാസ്റ്റ് പടം ഇറങ്ങിയതിന് പണ്ടത്തെ ലാലേട്ടനെ കണ്ട ഒരു ഫീൽ ഉണ്ടായിരുന്നു. ലാലേട്ടൻ്റെ ആ ക്ലൈമാക്സിലുള്ള ആ ജമ്പും അതൊക്കെ. മലയാളികളുടെ അഭിമാനമല്ലേ ലാലേട്ടൻ? ഇഷ്ടം പോലെ സിനിമ കണ്ടിട്ടുണ്ട്. ഇത്തിരി കൂടെ ചെറുപ്പമായതുപോലെ തോന്നുന്നു. ഇപ്പോഴും അതുപോലെ തന്നെ, യാതൊരു മാറ്റവും ഇല്ല. നമ്മുടെ ഹരമല്ലേ ലാലേട്ടൻ. ഹാപ്പി ബർത്ത്ഡേ.